ഹലോ നമസ്കാരം, താര സൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു തനി നാടൻ കറിയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കതിന്ന് കൂർക്കയും കായയും കൂടിയാണ് ഏത്തക്കായയും കൂർക്കയും കൂടിയാണ് ഞാൻ കറി വയ്ക്കണത്. നമ്മുടെ നാടൻ ഒരു കൂട്ടുകറിയായിട്ടാണ് വയ്ക്കണത്. നമ്മൾ വയ്ക്കണ ഒരു കൂട്ടുകറി. അപ്പോൾ നമുക്ക് കായ അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലാണ് ഇട്ട് വെക്കണം. അപ്പോൾ കുറച്ച് നേരം ഇട്ടിട്ട് അതിൻ്റെ കറ ഒന്ന് ചെറുതായിട്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ. പിന്നെ കൂർക്ക നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂർക്ക ഇത്തിരി വേവുള്ളതാണ്, കല്ലാൻ കൂർക്കയാണ്. അപ്പോൾ കൂർക്കയുടെ സീസണൊക്കെ കഴിഞ്ഞ കാരണം അങ്ങനത്തെ കൂർക്കയാണ് കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് കായൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് കൂർക്കയും കഴുകിയെടുത്തിട്ട് അത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയും കൂടി കുക്കറിലിട്ടിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. അപ്പോൾ ഒരു ചെറിയ ഗ്രേവിയോട് കൂടിയാണ് ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിൽ കേൾക്കേണ്ടി വരും. 2 3 വിസിൽ കേൾക്കാം. എന്നാലാണ് കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് മൂപ്പിച്ച് ഇടാൻ വേണ്ടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയാണ് ഞാൻ വെളിച്ചെണ്ണയിൽ മൂപ്പിക്കണത്. അപ്പോൾ നേരത്തെ നമ്മൾ സവാള ചേർത്തേക്കണ കാരണം ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ നാടൻ കറിയാവുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കൂർക്കയും കായും കൂടെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇറച്ചിയുടെ ടേസ്റ്റിലാണ് ഞാനിത് വയ്ക്കണത്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറേ പൊടികളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബീഫ് കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊന്നും കൂടി പോകണ്ട, പാകത്തിന് ഇത്രയും മതിയാകും. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല പ്രത്യേക സ്മെല്ല്, ബീഫ് കറിയുടെയൊക്കെ സ്മെല്ല് കിട്ടണത്. അപ്പോൾ ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് തേങ്ങ വറുത്തരക്കാം. ഞാനിപ്പോൾ തേങ്ങയൊന്നും വറുത്തരക്കാനുള്ള ഇങ്ങനെ ഈ മസാലകൾ മാത്രം ചേർത്തിട്ട് ചെറിയൊരു ഗ്രേവിയോടുകൂടിയാണ് ഈ കറി എടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. നമുക്ക് ഇറച്ചിയും മീനൊന്നും കിട്ടാതിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനൊരു കറി വയ്ക്കുകയാണെങ്കിൽ ബീഫ് കറിയുടെ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊന്നും കൂടിപ്പോകരുത്, പാകത്തിന് മാത്രം ഇടാൻ പാടുള്ളൂ. കൂടിപ്പോയാൽ കുത്തായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ പൊടികൾ ചേർത്തിട്ട് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കിടന്ന് ഈ പൊടികളൊക്കെ ചെറുതിയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് എണ്ണ തെളിയണം. അപ്പോഴാണ് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും കായും കൂടി ഇതിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൽ ചെറിയതായിട്ട് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ചെറിയ ഗ്രേവിയോടുകൂടിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഈ കറി ചോറിന് കൂട്ടാൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ചപ്പാത്തിക്കായാലും രാത്രി ചപ്പാത്തിക്ക് ദോശക്കൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ മസാലയൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബീഫ് കറിയുടെ ഒരു സ്മെല്ലും ടേസ്റ്റ് വരുന്നു. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഇറച്ചിയും മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഇതും ഒരു ചമ്മന്തിയല്ലോ ഒരു അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടി നമുക്ക് വേണമെങ്കിൽ വേറെ പച്ചക്കറികൾ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അങ്ങനെ ഇത്തിരി കട്ടിയുള്ള കഷ്ണങ്ങളാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഏത്തക്കായ കൂർക്കക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ എല്ലാവരും വെച്ച് നോക്കാറുണ്ടെന്നറിയാം. അപ്പോൾ നമ്മളിപ്പോൾ കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കിയപ്പോൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ തിരക്കായിട്ട് ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.